PSC ഈസി ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് കണക്റ്റഡ് ഫാക്ട്സ് ആയിട്ട് കുറേ കറണ്ട് അഫയേഴ്സ് ഒരുമിച്ച് പഠിക്കുന്ന രൂപത്തിലുള്ള ക്ലാസ് ആണ് ഇന്നത്തേത്. ഇപ്പോൾ ഒരു കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും വളരെ ഈസിയായി പഠിക്കാൻ പറ്റുന്ന മെത്തേഡിലൂടെയാണ് ഈ കറണ്ട് അഫയേഴ്സ് ക്ലാസ്. ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക്, കമന്റ്സ്, ഷെയർ എല്ലാം മറക്കരുത്. 2024 LDC പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും നിർബന്ധമായും പിന്നെ പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. LDC മാത്രമല്ല, ഡിഗ്രി ലെവൽ എക്സാംസ് ആയാലും LGS എക്സാംസ് ആയാലും LP UP ഏത് എക്സാമിന് കേരള PSCയുടെ തയ്യാറെടുക്കുന്നവരും കറണ്ട് അഫയേഴ്സിന് നല്ല പ്രാധാന്യം കൊടുക്കണം. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രക്തദാനത്തിന് അവധി നൽകിയ ആദ്യ യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ ആദ്യ യൂണിവേഴ്സിറ്റി. രക്തദാനത്തിനാണ്, ക്വസ്റ്റ്യൻ മാറരുത്. രക്തദാനത്തിന് അവധി നൽകിയ ഇന്ത്യയിലെ ആദ്യ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയാണ്. രക്തം ദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആ ദിവസം അവധി പ്രഖ്യാപിച്ച യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി കേട്ടോ. രക്തദാനത്തിന് അവധി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി. വേറൊന്നുണ്ട്, എന്തായിരുന്നു? ആർത്തവ അവധി നൽകിയ യൂണിവേഴ്സിറ്റി ഏതാണ്? ഇന്ത്യയിലെ കുസാറ്റ് ആണ്. കുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. കുസാറ്റ് ആണ് ആർത്തവധി നൽകിയ കേരളത്തിലെ യൂണിവേഴ്സിറ്റി കേട്ടോ, കുസാറ്റ്. ഇപ്പൊ രക്തദാനത്തിന് രണ്ടും മാറിപ്പോയത്. രക്തദാനം നമ്മുടെ കേരളം, ആർത്തവ അവധിയാണെങ്കിൽ കുസാറ്റ് ആണ്. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നന്നായി പഠിക്കുക. രാജ്യത്തെ ആദ്യ രക്തദാനത്തിന് അവധി നൽകുന്ന സർവകലാശാലയായി മാറിയത് കേരള സർവകലാശാല. അതായത് രക്തം ദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആ ദിവസം അവധി പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റിയാണ് പിന്നെ കേരള യൂണിവേഴ്സിറ്റി. അതുപോലെ ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യ യൂണിവേഴ്സിറ്റി കുസാറ്റ് ആണ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അതുപോലെ സംസ്ഥാനത്തെ ആദ്യ സൗരോർജ്ജ സർവകലാശാല ആവാൻ ഒരുങ്ങുന്നത്, സൗരോർജ്ജ സർവകലാശാല കേരള യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. രക്തദാനത്തിന് അവധി പ്രഖ്യാപിച്ച ആ യൂണിവേഴ്സിറ്റി തന്നെയാണ് സംസ്ഥാനത്തെ ആദ്യ സൗരോർജ്ജ സർവകലാശാല ആവാൻ ഒരുങ്ങുന്നത്. സൗരോർജ്ജ സർവകലാശാല, സംസ്ഥാനത്തെ ആദ്യ സൗരോർജ്ജ സർവകലാശാല ആവാൻ ഒരുങ്ങുന്നതും കേരള യൂണിവേഴ്സിറ്റി. അതുപോലെ സ്വന്തമായി AI അധിഷ്ഠിത പ്രൊസസർ വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ യൂണിവേഴ്സിറ്റി കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി മാറിപ്പോയത്. കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ പിന്നെ സജി ഗോപിനാഥ് ആണ് അല്ലെ വൈസ് ചാൻസലർ. അപ്പോൾ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് സംസ്ഥാനത്ത് സ്വന്തമായി AI അധിഷ്ഠിത പ്രൊസസർ വികസിപ്പിച്ചെടുത്ത ആദ്യ യൂണിവേഴ്സിറ്റി. അതുപോലെ ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല ചോദിക്കുകയാണെങ്കിൽ MG യൂണിവേഴ്സിറ്റിയാണ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല മഹാത്മാഗാന്ധി സർവകലാശാലയാണ്, MG യൂണിവേഴ്സിറ്റി. ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്നു. പിന്നെ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ്ജ സർവകലാശാല കേരള കാർഷിക സർവകലാശാലയാണ് കേട്ടോ. മാറരുത്, കേരള സർവകലാശാലയല്ല, കേരള കാർഷിക സർവകലാശാല. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ്ജ സർവകലാശാല. ഹരിതോർജ്ജ, സൗരോർജ്ജ ആവാൻ പോകുന്നത് കേരള യൂണിവേഴ്സിറ്റി. എന്നാൽ സമ്പൂർണ്ണ ഹരിതോർജ്ജ സർവകലാശാല കേരള കാർഷിക സർവകലാശാലയാണ്. അതുപോലെ സുഗതകുമാരി ടീച്ചറുടെ പേരിൽ സുഗതകുമാരി സ്മൃതി വനം പാർക്ക് നിലവിൽ വന്നത് കേരള സർവകലാശാലയിലാണ് കേട്ടോ. കേരള സർവകലാശാല, സുഗതകുമാരിയുടെ പേരിൽ സുഗതകുമാരി സ്മൃതി വനം പദ്ധതി നടപ്പിലാക്കിയത് കേരള സർവകലാശാലയാണ്. പിന്നെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി നേടിയ സർവകലാശാല, അതായത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി നേടിയ സർക്കാർ സ്ഥാപനം ചോദിക്കുകയാണെങ്കിലും കേരള കാർഷിക സർവകലാശാലയാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾക്ക് ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി നേടിയ സർക്കാർ സ്ഥാപനം കേരള കാർഷിക സർവകലാശാലയാണ്. ഇനി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കി ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ചോദിക്കുകയാണെങ്കിൽ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കി ഇന്ത്യയിലെ ആദ്യ യൂണിവേഴ്സിറ്റിയാണ് പിന്നെ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റി. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി നിയമിതയായത്
കെ ഗീതാകുമാരിയാണ് കേട്ടോ. പ്രൊഫസർ കെ ഗീതാകുമാരി. അതും കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാം. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ പ്രൊഫസർ കെ ഗീതാകുമാരി. ഗീതാകുമാരി. ഞാൻ പറഞ്ഞു കേരള ഡിജിറ്റൽ സർവകലാശാലയുടേത് ഡോക്ടർ സജി ഗോപിനാഥാണ്. അതുപോലെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയാണ് കാലടി ശ്രീ ശങ്കരാചാര്യ പിന്നെ സംസ്കൃത യൂണിവേഴ്സിറ്റി. അതിന്റെ വൈസ് ചാൻസലർ പ്രൊഫസർ കെ ഗീതാകുമാരി. ഇനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ ലോക പൈതൃക പട്ടികയിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യത്തെ യൂണിവേഴ്സിറ്റി വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയാണ്. നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ ലോകത്തിലെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ യൂണിവേഴ്സിറ്റി കേട്ടോ, വിശ്വഭാരതി സർവകലാശാല. ഈ യൂണിവേഴ്സിറ്റി ആ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു, അതനുസരിച്ച് അതിന്റെ കണക്റ്റഡ് ആയിട്ട് 15ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ വായിച്ചത്. അപ്പൊ ഒന്ന് പഠിക്കുമ്പോൾ തന്നെ പിന്നെ അതുമായിട്ട് കണക്ട് ആയിട്ട് ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ സാധാ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വായിച്ച് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ യൂസ്ഫുൾ ആവും. അപ്പൊ ഈ മെത്തേഡ് ഒന്ന് എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. ഒന്നുകൂടി പറയാം, രക്തദാനത്തിന് അവധി നൽകിയ യൂണിവേഴ്സിറ്റി ഏതാണ്? രക്തദാനത്തിന് അവധി നൽകിയ ആദ്യ യൂണിവേഴ്സിറ്റി കേരള സർവകലാശാലയാണ്, കേരള യൂണിവേഴ്സിറ്റിയാണ്. രക്തം ദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആ ദിവസം അവധി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി. എന്നാൽ ആർത്തവ അവധി നൽകിയ ആദ്യ യൂണിവേഴ്സിറ്റി കുസാറ്റ് ആണ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. കുസാറ്റ് ആണ് ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യ യൂണിവേഴ്സിറ്റി കേട്ടോ. ആർത്തവ അവധി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ യൂണിവേഴ്സിറ്റി കുസാറ്റ് ആണ്, കുസാറ്റ്. എന്നാൽ രക്തദാന അവധി പ്രഖ്യാപിച്ചത് കേരള യൂണിവേഴ്സിറ്റി. അതുപോലെ രാജ്യത്തെ സംസ്ഥാനത്തെ ആദ്യ സൗരോർജ്ജ സർവകലാശാല ആവാൻ ഒരുങ്ങുന്നത് കേരള യൂണിവേഴ്സിറ്റിയാണ്, സൗരോർജ്ജ സർവകലാശാല. പിന്നെ സ്വന്തമായി AI അധിഷ്ഠിത പ്രൊസസർ വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ തന്നെ ആദ്യ സർവകലാശാല കേരള ഡിജിറ്റൽ സർവകലാശാലയാണ്. AI പ്രൊഫസർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത പ്രൊസസർ വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ സർവകലാശാല കേരള ഡിജിറ്റൽ സർവകലാശാല. ആ പ്രൊസസറിന്റെ പേര് കൈരളി എന്നാണ് കേട്ടോ. അതിന് നോട്ട് ചെയ്തോളൂ, കൈരളി. സ്വന്തമായി AI അധിഷ്ഠിത പ്രൊസസർ വികസിപ്പിച്ചെടുത്ത രാജ്യത്തെ ആദ്യ സർവകലാശാല കേരള ഡിജിറ്റൽ സർവകലാശാല. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർ സജി ഗോപിനാഥ് ആണ്, ഡോക്ടർ സജി ഗോപിനാഥ്. അതുപോലെ ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല മഹാത്മാഗാന്ധി സർവകലാശാല. പിന്നെ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ്ജ സർവകലാശാല. നേരത്തെ സൗരോർജ്ജം കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഹരിതം കേരള കാർഷിക സർവകലാശാലയാണ് കേട്ടോ. കേരള കാർഷിക സർവകലാശാലയാണ് ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ്ജ സർവകലാശാല. പിന്നെ സുഗതകുമാരി ടീച്ചറുടെ പേരിൽ സുഗതകുമാരി സ്മൃതി വനം നിലവിൽ വന്നത് കേരള സർവകലാശാലയിലാണ്, കേരള സർവകലാശാല. സുഗതകുമാരി ടീച്ചർക്ക് കേരള സർവകലാശാല ഓർമ്മിക്കുക. പിന്നെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി നേടിയ സർക്കാർ സ്ഥാപനം കേരള കാർഷിക സർവകലാശാല, കേരള കാർഷിക സർവകലാശാല. അത് രണ്ടെണ്ണമായി കേട്ടോ. കേരള കാർഷിക സർവകലാശാലന്റെ വേറെന്താ പറഞ്ഞത്? രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ്ജ സർവകലാശാലയാവുന്നത് കേരള കാർഷിക സർവകലാശാലയാണ്. ഹരിതോർജ്ജ സർവകലാശാല, കേരള കാർഷിക സർവകലാശാല. ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി നേടിയ സർക്കാർ സ്ഥാപനവും കേരള കാർഷിക സർവകലാശാലയാണ്. പിന്നെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയാണ്. അതിന്റെ നിലവിലെ VC പ്രൊഫസർ കെ ഗീതാകുമാരിയാണ്. നിലവിലെ വൈസ് ചാൻസലർ കാലടി ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ നിലവിൽ പ്രൊഫസർ കെ ഗീതാകുമാരി. അപ്പൊ കാലടി ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കി ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല. പിന്നെ ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ യൂണിവേഴ്സിറ്റി ഏതാന്ന് ചോദിച്ചാൽ വിശ്വഭാരതി സർവകലാശാലയാണ്. പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ യൂണിവേഴ്സിറ്റിയാണ്, ലോകത്തിലെ തന്നെ ആദ്യ യൂണിവേഴ്സിറ്റിയാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി കേട്ടോ. ഭാരതി സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. രവീന്ദ്രനാഥ് ടാഗോർ നിലവിൽ വിദ്യുത് ചക്രവർത്തിയാണ് കേട്ടോ. അതിന് നോട്ട് ചെയ്തോളൂ, വിദ്യുത് ചക്രവർത്തിയാണ്.
പിന്നെ നിലവിലെ വൈസ് ചാൻസലർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ലോകത്തിലെ ആദ്യ സർവകലാശാല ഈ വിശ്വഭാരതി സർവകലാശാലയാണ്. ലോകത്തിലാണ്, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ തന്നെ ആദ്യത്തെ യുനെസ്കോ പൈതൃക പട്ടികയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഇടം നേടിയ സർവകലാശാല വിശ്വഭാരതി സർവകലാശാല. 2023 സെപ്റ്റംബറിലാണ് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത് കേട്ടോ. പിന്നെ പശ്ചിമ ബംഗാളിലാണ്. രവീന്ദ്രനാഥ് ടാഗോർ ജീവിതകാലം ചെലവഴിച്ച ശാന്തി നികേതനാണ് 1901. പിന്നെ ടാഗോർ ആരംഭിച്ച ഈ ശാന്തി നികേതൻ പിന്നീട് വിശ്വഭാരതി സർവകലാശാലയായി മാറുകയായിരുന്നു. 1921 വിശ്വഭാരതി സർവകലാശാല ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. പിന്നെ അതിന്റെ ആപ്തവാക്യം ഈ ലോകം ഒരു പക്ഷിക്കൂട് പോലെയാണ് എന്നാണ്. പ്രധാനമന്ത്രി ചാൻസലർ ആയിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സർവകലാശാലയാണ് ഈ വിശ്വഭാരതി സർവകലാശാല കേട്ടോ. പ്രധാനമന്ത്രി ചാൻസലർ ആയിട്ടുള്ള ഒരേ ഒരു സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല. ഇതാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ലോകത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റി. ഇപ്പൊ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് ഇത്രയും മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, JNU ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായ ആദ്യ വനിത. നിലവിലെ വൈസ് ചാൻസലർ തന്നെയാണ് ശാന്തിശ്രീ പണ്ഡിറ്റ് ആണ്. ശാന്തിശ്രീ പണ്ഡിറ്റ്. JNU വൈസ് ചാൻസലർ ആരാണ്? നിലവിൽ ശാന്തിശ്രീ പണ്ഡിറ്റ് ആണ്. ശാന്തിശ്രീ പണ്ഡിറ്റ്. പിന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ നിലവിലെ വൈസ് ചാൻസലർ VP ജഗതി രാജ് ആണ്. ജഗതി രാജ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ നിലവിലെ VC ആരാണ്? VP ജഗതി രാജ് ആണ്. ജഗതി രാജ്. ഇപ്പൊ ഇന്ത്യയുടെ 15ാമത് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ നിലവിലെ വൈസ് ചാൻസലർ VP ജഗതി രാജ് കേട്ടോ. ജഗതി രാജ്. ആദ്യം ആരായിരുന്നു? മുബാറക് പാഷ അല്ലെ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യത്തെ VC മുബാറക് പാഷയാണ്. പക്ഷെ നിലവിൽ VP ജഗതി രാജ് ആണ്. അത് നോട്ട് ചെയ്തോളൂ. ജഗതി രാജ്. ഇന്ത്യയുടെ 15ാമത് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിലുള്ള ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല അല്ലെ. അതിന്റെ നിലവിലെ VC ആരാണ്? വൈസ് ചാൻസലർ VP ജഗതി രാജ്. അതുപോലെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ നിലവിലെ വൈസ് ചാൻസലർ KS അനിൽ ആണ്. KS അനിൽ. കാലടി ശങ്കരാചാര്യന്റെ പറഞ്ഞു ആരാണ് VC? പ്രൊഫസർ KK ഗീതാകുമാരി. അതുപോലെ കേരള ഡിജിറ്റൽ സർവകലാശാലയുടേത് ഡോക്ടർ സജി ഗോപിനാഥ് ആണ്. വിശ്വഭാരതി സർവകലാശാലയുടേത് വിദ്യുത് ചക്രവർത്തി. അപ്പൊ വൈസ് ചാൻസലേഴ്സിന്റെ എല്ലാം ഒന്നും പഠിച്ചു വെച്ചോളൂ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? രാജ്യത്ത് ആദ്യമായി രക്തദാനത്തിന് അവധി നൽകിയ സർവകലാശാല കേരള സർവകലാശാലയാണ്. അതുപോലെ ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യ യൂണിവേഴ്സിറ്റി കുസാറ്റ് ആണ്. പിന്നെ സംസ്ഥാനത്തെ ആദ്യ സൗരോർജ്ജ സർവകലാശാല ആയത് കേരള സർവകലാശാലയാണ്. സംസ്ഥാനത്തെ AI അധിഷ്ഠിത പ്രൊസസർ വികസിപ്പിച്ചെടുത്ത ആദ്യ സർവകലാശാല കേരള ഡിജിറ്റൽ സർവകലാശാലയാണ്. ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയായിരുന്ന കേരളത്തിലെ യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ്ജ സർവകലാശാലയായി മാറുന്നത് കേരള കാർഷിക സർവകലാശാലയാണ്. സുഗതകുമാരി ടീച്ചറുടെ പേരിൽ സുഗതകുമാരി സ്മൃതിവനം പദ്ധതി നിലവിൽ വന്നത് കേരള സർവകലാശാലയിലാണ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി നേടിയ സർക്കാർ സ്ഥാപനം കേരള കാർഷിക സർവകലാശാലയാണ്. കേരള കാർഷിക സർവകലാശാല. അതുപോലെ പിന്നെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ശ്രീ ശങ്കരാചാര്യ. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ യൂണിവേഴ്സിറ്റി, ലോകത്തിലെ തന്നെ ആദ്യ യൂണിവേഴ്സിറ്റി വിശ്വഭാരതി സർവകലാശാലയാണ്. അതുപോലെ ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാല ചോദിക്കുകയാണെങ്കിൽ ഡീക്കിൻ ആണ്. ഡീക്കിൻ. ഓസ്ട്രേലിയ സർവകലാശാല ഡീക്കിൻസ് ആണ് ഇന്ത്യയിലെ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ സർവകലാശാല കേട്ടോ. ഗുജറാത്തിലാണ് അവര് ക്യാമ്പസ് ആരംഭിച്ചത്. അപ്പൊ ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാല ചോദിക്കുകയാണെങ്കിൽ ഡീക്കിൻസ് ആണ്. ഓസ്ട്രേലിയയിലെ ഡീക്കിൻ സർവകലാശാലയാണ് ഇന്ത്യയിൽ പിന്നെ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാല. അപ്പൊ സർവകലാശാലയെ കുറിച്ചുള്ള ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം കമന്റ്സിലൂടെ അറിയിക്കുക. കറണ്ട് അഫയേഴ്സിലായാലും ഓരോ ടോപ്പിക്കിനും നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. താങ്ക്